അപ്പോൾ ജനങ്ങളോട് പ്രഖ്യാപിച്ച ഒരു കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്യുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാത്ത വിഹിതത്തിന്റെ കണക്കാണ്. ആ, 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 സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പകുതി യാഥാർത്ഥ്യവുമാണ്. കേന്ദ്രത്തിൽ നിന്നും നമുക്കുള്ള വിഹിതം കിട്ടുന്നില്ല, കടത്തിന്റെ പരിധി കുറച്ചത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ പ്രഖ്യാപനം, അപ്പോൾ നടത്തിയ പ്രഖ്യാപനം പ്രായോഗികമായിരുന്നു. കാരണം സാമ്പത്തികമായി കേന്ദ്രം പിഴിയുന്നു എന്നുള്ളത് പുതിയ സാഹചര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യം ആയി അവിടെ നിൽക്കുന്നു. ഇനി പേ കമ്മീഷൻ കഴിഞ്ഞ 2024 വെക്കേണ്ട പേ കമ്മീഷനാണ്, അത് ഇപ്പോൾ വച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 മാസത്തിനിടയ്ക്കാണ് ഈ കമ്മീഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. ആ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞ് അതെപ്പോൾ നടപ്പാക്കാനാണ്? അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ വോട്ട് കിട്ടാനുള്ള, അവരെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഒരുപക്ഷെ അതിനെ കാണാൻ പറ്റും. അതല്ല എങ്കിൽ 2024 തന്നെ നടപ്പാക്കേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് ഈ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ കാര്യം. ക്ഷേമ പെൻഷനിൽ ഈ എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ നടപ്പാക്കിയ സർക്കാർ, അല്ലെങ്കിൽ അത് മുഴുവൻ അതിന്റെ പ്രോഗ്രസ് പറയുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ, ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 5 വർഷമായി നടപ്പാക്കാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1600 നിന്നും 400 രൂപ കൂട്ടുന്നു. ഈ ഈ ഈ ബജറ്റിൽ ഉറപ്പായും അത് കൂട്ടി 2500 ആക്കും. അതായത് പ്രകടന പത്രികയിൽ ഉറപ്പുണ്ടാകും, നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായിട്ടില്ല, അത് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, 5-ാം വർഷത്തിന്റെ അവസാനമാണ് ആ 400 രൂപ കൂട്ടിയത് എന്നുള്ളതാണ്. ഇനി ആശമാരുമായി ബന്ധപ്പെട്ട് ഈ ഓണറേറിയം വിഷയത്തിൽ എത്ര കാലം ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രതിനിധികൾ അല്ലെങ്കിൽ CPM പ്രതിനിധികൾ ചർച്ചകളിലൊക്കെ എത്രത്തോളം പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന്റെ തൊഴിലാളികളല്ല എന്ന സാങ്കേതികത്വം പറയുന്നുണ്ടായിരുന്നു. ആ സമരം നടത്തിയ മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് സമരം ചെയ്ത ആശമാരെ അപമാനിക്കുന്ന പ്രതികരണങ്ങൾ ചില നേതാക്കളിൽ നിന്നെങ്കിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലും ഒരു വർധന വരുത്തിയിട്ടുണ്ട്, ഈ ബജറ്റിലും വർധന വരുത്തുന്നു. അപ്പോൾ ആ ഓണറേറിയം കൂട്ടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ന്യായങ്ങൾ പറയേണ്ട, കാരണം മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലാണല്ലോ കൂട്ടിയിട്ടുള്ളത് എന്ന അതൊന്നും പറയണ്ട. കാരണം ആ സമരം ചെയ്യുന്നവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടും അത് നടപ്പാക്കേണ്ടതില്ല എന്നും കേന്ദ്രത്തോട് പോയി ചോദിക്കുമെന്നും, അതിലപ്പുറം കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനെതാ ഞാനും വരാമെന്നൊരു മന്ത്രി പറഞ്ഞ സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഈ 1000 രൂപ അവർക്ക് കൂട്ടിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ആശാവർക്കർമാർ മാത്രമല്ല, അങ്കണവാടി ജീവനക്കാർക്കും ഒക്കെ 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അതാണ് ഈ പറയത്തുള്ള ഒരു കാര്യം.